ഗൈസ്, നമുക്കേ ഒരു പച്ചച്ചോറ് ഉണ്ടാക്കിയാലോ? ചോറിൽ കറി ഒഴിക്കാതെ കഴിക്കുമ്പോൾ അത് പച്ചച്ചോറാവൂലേ? പക്ഷെ ആ ചോറല്ല ഈ ചോറ്. വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളി ഇട്ടപ്പോ എന്റെ ക്യാമറമാൻ കണ്ട വഴി ഒഴിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും ഒന്ന് വറുത്തെടുത്ത നിലക്കടലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കണേ. ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നേരെ മിക്സിയുടെ ജാറിലാക്കിയിട്ട് കുറച്ച് അധികം തന്നെ മല്ലിയില കൂടെ ഇട്ടിട്ട് ഇതുപോലെ ചമ്മന്തി പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം. വെണ്ണ പോലെ ഒന്നും ഒരിക്കലും അരച്ചെടുക്കരുതേ. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഈ ചമ്മന്തി അങ്ങ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന്റെ പച്ചമണക്കൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ പൊട്ടിച്ചു വെച്ച 6 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ടയുടെ എണ്ണൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. ഇനി ഇത് നല്ലോണം ചിക്കി എടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാൻ. ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തത്. ഇത് നമ്മുടെ സാധാരണ ചോറിലും ഉണ്ടാക്കാം. ചോറിൽ ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ ചമ്മന്തിയിലും മുട്ടയിലൊക്കെ നോക്കി കണ്ടേ ഞാൻ ഉപ്പിട്ടിട്ടുള്ളൂ. നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അവസാനം മുകളിൽ മല്ലിയിലിട്ട് കൊടുക്കണേ. അപ്പൊ ഞാൻ എന്തായാലും കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട്. കിട്ടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ ഒപ്പം അതിലും കിടിലനായ ഒരു ചെമ്മീൻ റോസ്റ്റ് കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ റെസിപ്പി വഴിയേ വരും. അപ്പോ ടാറ്റാ.